ഇപ്പോൾ സതീശൻ പ്രതിപക്ഷ നേതാവ് ഒരു ബോംബുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 4-5 ദിവസമായി. ബോംബ് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. അദ്ദേഹം അതേസമയം സന്ദീപ് വാര്യർ BJPക്കെതിരെ ഒരു ബോംബ് കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അത് പൊട്ടിപ്പോകാനാണ് സാധ്യത. നനഞ്ഞ പടക്കം. ഞങ്ങൾ ആര് പറഞ്ഞാലും കേസെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് എടുക്കുമെങ്കിൽ ഞങ്ങൾ മറ്റൊരാളിനെതിരെ എടുത്തിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്തിരിക്കുക, ഇനി പറയാനുള്ളവർ ശബ്ദിക്കരുത് എന്നൊരു വാദമുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനത്തിന് പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുതാര്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഞങ്ങൾ കേസെടുത്തു. ഞങ്ങൾ വളരെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇതൊരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിലേക്ക് പോയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു കൂട്ടരും കൂടി സെറ്റായി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായ വിവരം കിട്ടുകയില്ല. വീണ്ടും ഇത് തുടരുകയും ചെയ്യും. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് കടുപ്പിക്കുകയാണ്. ഈ ആരോപണം ഉന്നയിച്ച യുവതികളുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തും എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിലിപ്പോൾ പുറത്തു വരുന്നത്. സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ അഴിക്കുള്ളിലാക്കുമോ? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തുകൊണ്ട് ഈ ഇരകളെന്ന് വിശേഷിപ്പിക്കുന്നവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇക്കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ നൽകിയിരുന്നു. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമസ്കാരം. ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമായിട്ടാണ് പോകുന്നത്. വിഷയം ശരിക്കും ഇങ്ങനെ പോകേണ്ട ഒരു വിഷയമല്ല ഇത്. ഇതിനേക്കാൾ വലിയ ആവേശത്തോടെയും പൂരത്തോടെയും വന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷെ അത് എങ്ങും എത്താതെ അങ്ങ് പോയത്. ഇരകൾ വന്നവരെല്ലാം അവർ തന്നെ ഒത്തുതീർപ്പാക്കി പോയവരുണ്ട്, പേടിച്ച് പോയവരുണ്ട്, പല തരത്തിൽ അത് പോയി. അവസാനം സേതാമേനോനും സംഘവും അമ്മയുടെ സ്ഥാനത്തെത്തി എന്നുള്ള ഒരു കാര്യം ഒഴിച്ചാൽ വേറെ അതങ്ങ് പോയി. ഇപ്പം ഇത് വന്നിരിക്കുമ്പോൾ ഇതിലൊരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം കൂടെ ഉണ്ട്. കാരണം ഭരണകക്ഷി എപ്പോഴും അങ്ങനെയാണ്. അതിപ്പോൾ ഏത് ഭരണകക്ഷി ആയാലും അവരുടെ കയ്യിലാണ് ഭരണകൂടവും പോലീസ് സംവിധാനവും ലാൻഡ് ഓർഡറും എല്ലാം അവരിലാണ്. അപ്പോൾ അവർ പ്രതിപക്ഷത്തു നിന്നൊരു കാര്യം വന്നാൽ സ്വാഭാവികമായിട്ട് അതിനെ പല രൂപത്തിൽ കൈകാര്യം ചെയ്യും. ഇപ്പോൾ സതീശൻ പ്രതിപക്ഷ നേതാവ് ഒരു ബോംബുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 4-5 ദിവസമായി. ബോംബ് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. അദ്ദേഹം അതേസമയം സന്ദീപ് വാര്യർ BJPക്കെതിരെ ഒരു ബോംബ് കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അത് പൊട്ടിപ്പോകാനാണ് സാധ്യത. നനഞ്ഞ പടക്കം. കാരണം 2014 പോലീസ് കേസായി, ഒത്തുതീർപ്പായി, കോടതിയായി, അതെല്ലാം പോയതുകൊണ്ട് തന്നെ അതിനകത്ത് പിന്നെ ആ സ്ത്രീയെ കൊണ്ട് വീണ്ടും പരാതി കൊടുപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും BJPയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അന്വേഷണം വരുമായിരിക്കും. അത് വേറൊരു തരത്തിലേക്ക് പോകും. പക്ഷേ അതിൻ്റെ ഒരു ചൂട് നഷ്ടപ്പെട്ട ഒരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുതിയതല്ലല്ലോ. മാത്രമല്ല നേരെ ഒരുപാട് നടപടികൾ വന്ന ഒരു കേസാണ്. അപ്പോൾ അത് എന്തുകൊണ്ടിപ്പോൾ ഇങ്ങനെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭരണകൂടം എപ്പോഴും ചെയ്യുന്നത് പറഞ്ഞാൽ പ്രതിപക്ഷത്തു നിന്നൊരു ആരോപണം വന്നാൽ കൂടുതൽ ആരോപണങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അതിനെ ചെക്ക് ചെയ്യും. വീണ്ടും വരാൻ പാടില്ല. ഒന്ന്. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ മറ്റൊരു പ്രധാന കാര്യമുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിനെയും കുറിച്ച് വളരെ ക്ലോസ്ഡ് ആയിട്ട് ഷാഫി പറമ്പലിനെയും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാട്സപ്പ് ചാറ്റുകളും അതും ഇതുമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഷാഫി പറമ്പിൽ, മറ്റു നേതാക്കൾ, സീനിയർ നേതാക്കളൊക്കെ കാണുമല്ലോ. അങ്ങോട്ട് ഇങ്ങനെ ഫോർവേഡ് ചെയ്തത് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ള ഒരു സാധനം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാം, അറസ്റ്റ് ചെയ്യാം, കസ്റ്റഡിയിൽ ആവശ്യപ്പെടാം. കസ്റ്റഡി കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, പല വിവരങ്ങളും എടുക്കാൻ പറ്റും. പിന്നെ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാനും പാടില്ല. എതിരാളികൾ പറഞ്ഞാൽ ഞങ്ങൾ ആര് പറഞ്ഞാലും കേസെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് എടുക്കുമെങ്കിൽ ഞങ്ങൾ മറ്റൊരാളിനെതിരെ എടുത്തിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്തിരിക്കുക, ഇനി പറയാനുള്ളവർ ശബ്ദിക്കരുത് എന്നൊരു വാദമുണ്ട്. ഇദ്ദേഹത്തിന് വിവരങ്ങൾ എടുക്കുക എന്നൊരു വാദമുണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ പ്രധാനത്തിന് പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുതാര്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഞങ്ങൾ കേസെടുത്തു. ഞങ്ങൾ വളരെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ് ഇതിനകത്ത് നടക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് രണ്ടു കൂട്ടും കൂടി രാജിയാവരുത്, സെറ്റാവരുത്, പറഞ്ഞ് സെറ്റാവരുത്. ഈ വിഷയങ്ങൾ പുറത്തു വരട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും ഇപ്പോൾ കേസെടുത്തത് ശരിയാണെങ്കിൽ കേസ് മുമ്പോട്ട് പോട്ടെ, അതിൻ്റെ ശരിതെറ്റുകൾ പുറത്തു വരട്ടെ. ഷാഫിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം, ഇപ്പോൾ ഷാഫി ഒരു പ്രശ്നമില്ല, ഷാഫി സംബന്ധിച്ച് ഇതുവരെ ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്നിട്ടും ഷാഫിയെ പ്രതിരോധിക്കുന്ന രീതിയിലൊക്കെയാണ് വടകരയിലൊക്കെ കണ്ടത്. കെ രമ അടക്കം ഇറങ്ങി വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇതിനകത്ത് വരുന്നൊരു വലിയ പ്രധാന വിഷയം, ഇതൊരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിലേക്ക് പോയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു കൂട്ടരും കൂടി സെറ്റായി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ
കൃത്യമായ വിവരം കിട്ടുകയില്ല, വീണ്ടും ഇത് തുടരുകയും ചെയ്യും. അതുകൊണ്ട് രണ്ട് വിഭാഗത്തിലെയും വനിതകളോട് പറയാനുള്ളതാണ്, ഈ UDF-ലെയും LDF-ലെയും CPM-ലെയും കോൺഗ്രസിലെയും വനിതകളോട് പറയാനുള്ളതാണ്. അതിൽ ന്യൂനപക്ഷത്തോടല്ല ഞാൻ ഈ പറയുന്നത്. ന്യൂനപക്ഷം അധികാരത്തിനും സമ്പത്തിനും പദവിക്കുമൊക്കെ വേണ്ടി നിൽക്കുന്ന ന്യൂനപക്ഷം ഉണ്ടായിരിക്കും, അവർ മിണ്ടാതിരിക്കും. പക്ഷെ ഒരു ഭൂരിപക്ഷമുണ്ട്, പ്രത്യേകിച്ച് പുതിയതായിട്ട് കടന്നു വരുന്ന വനിതകളുണ്ട്, SFI, DYFI, KSU, കോൺഗ്രസിലൊക്കെ വരുന്നവരുണ്ട്. അവർ ഫൈറ്റ് ചെയ്യണം. കാരണം ഇത് ശുദ്ധമാക്കപ്പെടേണ്ടതുണ്ട്, ഈ രംഗം ശുദ്ധമാക്കപ്പെടേണ്ടതുണ്ട്. ട്രാപ്പ് ചെയ്യുക, അനാവശ്യമായി മോഹിപ്പിക്കുക, ചതിക്കുക, പറ്റിക്കുക, ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ സ്ഥാനം കിട്ടുകയുള്ളെന്ന് വരിക, അതൊക്കെ വളരെ മോശമായൊരു ഇടപെടാണ്. അപ്പോൾ അത് കൃത്യമായി പരിശോധിക്കുന്നുള്ള സംവിധാനം. അപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ ഗവൺമെൻറ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ, ഞാനീ പറഞ്ഞ ഒരു വെടിക്ക് 3-4 പക്ഷിയെ കൊല്ലാം ഒറ്റ വെടിയിൽ. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉള്ള വിവരങ്ങളെല്ലാം ഇനി എടുക്കാം. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാം. കാരണം കേസും കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇല്ലാതാക്കാം. പിന്നെ കോടതി കയറി ഇറങ്ങണമല്ലോ, സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാം. അത് ബാക്കിയുള്ള നേതാക്കൾക്കൊരു പാഠമായിട്ട് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നേതാവിനോടും പറയാം, നിങ്ങളങ്ങനെ ബോംബൊക്കെ പൊട്ടിച്ചാൽ നിങ്ങൾക്കെതിരെയുമൊക്കെ കേസ് വരാം എന്നുള്ള അങ്ങനെ ഒരു മൾട്ടി ടാസ്ക് ആയിട്ടുള്ള മൾട്ടി ലെവൽ ആക്ടിവിറ്റി ആയിട്ടാണ്, ആക്ഷനായിട്ടാണ് ഗവൺമെൻറ് ഇതിനെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇനി പ്രതിപക്ഷം എടുക്കാൻ നമുക്കറിയില്ല. എല്ലാം വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഫേസ് ചെയ്യുമോ, അതോ ഇനി അവർ ഇത് വെച്ചിട്ട് അങ്ങ് സൈലൻ്റ് ആവുമോ എന്നുള്ളത് നമുക്കറിയില്ല.